പെട്ടെന്ന് പ്രേ കണ്ണു തുറക്കുന്നു. കിച്ചണിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നിയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഞാനിൻ്റെ ആത്മാവ് അടുത്ത ദിവസത്തേക്കുള്ള മാവ് കുഴയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ആൻറ്റി എപ്പോഴാ വന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പ്രേ ചോദിക്കും. കുറെ നേരമായി ഞാൻ വന്നിട്ട്. നീ നേരത്തെ പോയി കിടന്നോ? നാളെ മുതൽ സ്നാക്സ് വിൽക്കാൻ നീയാണ് മാർക്കറ്റിലേക്ക് പോകേണ്ടത്. എനിക്ക് വയ്യ, ഞാൻ ഓക്കെ ആവുന്നത് വരെ നീയാണ് വിൽക്കേണ്ടതെന്ന് ഞാൻ പറയും. ശരി എന്ന് പറഞ്ഞ് പ്രേ അവിടുന്ന് പോകുന്നു. ഞാൻ കരയുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീർ ഒഴുകി കുഴച്ചുകൊണ്ടിരിക്കുന്ന മാവിലേക്ക് വീഴും. പിറ്റേ ദിവസം പ്രേയും മായും സ്നാക്സ് വിൽക്കാണ്. എന്നത്തെക്കാളും ഇന്ന് അവിടെ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കഴിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. ഞാനെൻ്റെ ഫ്രണ്ട് അവളുടെ തുണിക്കട തുറക്കുമ്പോൾ അതിനുള്ളിൽ ഞാനെ കാണും. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് തുണിയുണ്ട്, വിറ്റ് തരുമോ എന്ന് ഞാൻ ചോദിക്കും. ആ ചെയ്തു തരാലോ എന്ന് അവളുടെ ഫ്രണ്ട് പറയലും ഞാൻ അവിടുന്ന് പോവലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷനിലൂടെ അവളുടെ ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. കാർ പാർക്കിങ്ങിൽ നിന്നും മോയ്ക്കിനെ കോൾ പിടിക്കുകയും നിന്നെയും നിന്റെ ടീമിനെയും ഞാൻ എന്തായാലും പുറത്തു കൊണ്ടുവരും എന്ന് കോൾ പറഞ്ഞ് അവിടുന്ന് പോകും. ഞാനിനെ കൊന്ന ടീമിൽ ഒരാൾ അവിടെയുള്ള ഒരു ബാറിന്റെ പുറത്ത് യൂറിൻ പോകുന്ന സമയം അവിടെ ഞാനിൻ്റെ ആത്മാവിനെ കാണുകയാണ്. തോന്നലാണെന്നൊക്കെ അയാൾ വിചാരിച്ച് അങ്ങനെ വീട്ടിൽ വരും. അതിനുശേഷം അയാൾ TV ഓണാക്കുകയാണ്. അപ്പോൾ TV-യിൽ ഞാനിനെ അന്ന് കൊന്നില്ലേ അതൊക്കെയാണ് കാണിക്കുന്നത്. അത് കണ്ട് അയാൾ പേടിക്കുകയാണ്. പെട്ടെന്ന് അവിടെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ തനിയെ വർക്കാകും. അങ്ങനെ പേടിച്ച് അയാൾ ജനാലിലൂടെ താഴെ വീണ് നല്ല രീതിയിൽ മേലൊക്കെ മുറിഞ്ഞ് ഒരു വിധത്തിൽ അയാൾ എഴുന്നേറ്റ് നിൽക്കും. ആ സമയം പൊട്ടിയ ജനാലിൽ നിന്നും ഒരു ഗ്ലാസിന്റെ കഷ്ണം വന്ന് അയാളുടെ തലയിലൂടെ തുളച്ചു കയറി മരിക്കുകയാണ്.